തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയ വർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. 2 കൊരിന്ത്യർ 9:8 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ആ ദൈവത്തിന്റെ നാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ പ്രേക്ഷകരുടെ ജീവിതത്തിൽ സമർത്ഥമായി ഉണ്ടാകട്ടെ. ഈ വർഷം നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് സംസാരിച്ച നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്ന ബ്രദർ സണ്ണി കാട്ടൂക്കാരൻ തൻ്റെ തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളുടെ 2ാം ഭാഗം ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നു. ബ്രദറെ, സ്വാഗതം. താങ്ക് യു. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പോൾ നമുക്കറിയാം, അവിടെയുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. എല്ലാം വളരെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലൊക്കെ കിടക്കുന്ന ആൾക്കാരോടാണല്ലോ പോയി സുവിശേഷം പറയുന്നത്. പ്രത്യേകിച്ച് ഈ നോർത്ത് ഈസ്റ്റിലുള്ള ആദിവാസി മേഖലകളിലൊക്കെ പലപ്പോഴും ഇവിടെ നിന്ന് നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വേണം പോകാനായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ അങ്ങ് എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? ആക്ച്വലി താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ അരുണാചലിൽ ചെന്നപ്പോൾ അവര് കാഴ്ച സമർപ്പണമായിട്ട് കൊണ്ടുവരുന്നത് പുല്ലുചൂല്. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ആ ഒരു മഴവാതിൽ അവരുടെ കയ്യിലുണ്ട്. ആ നാട്ടിലുള്ളവർക്ക് ഈ പുല്ലുചൂല് ഉണ്ടാക്കി വിൽക്കാണ്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും ഈ ചൂലിരിപ്പുണ്ട്. ചിലവരുടെ കയ്യിൽ ഒരു മത്തങ്ങ, അല്ലെങ്കിൽ ചിലവരുടെ കയ്യിൽ 2 സബോള, കുറച്ച് അരി, ഇങ്ങനെയുള്ള സാധനങ്ങളായിട്ടാണ് അവർ കാഴ്ച സമർപ്പണത്തിന് വരുന്നത്. കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ അവിടെ നിന്നൊന്നും കിട്ടാനില്ല, പൈസയില്ല. പക്ഷെ എനിക്കൊരു സംതൃപ്തിയുണ്ട്. ഞാൻ ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ്. സംതൃപ്തി മാത്രം പോരല്ലോ, കാര്യങ്ങൾ നടക്കണ്ടേ. അതായത് അത് ദൈവം വഴി നടത്താണ്. ഇപ്പൊ ഞാൻ നാട്ടില് ധ്യാനങ്ങളൊക്കെ ഉണ്ട്. നാട്ടില് ധ്യാനങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഞാൻ വന്നു കഴിഞ്ഞാലും അങ്ങനെ വെറുതെ ഇരിക്കാറില്ല. ധ്യാന മന്ദിരങ്ങളുണ്ട്, അവിടെ ഇവിടെ കൺവെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അങ്ങനെ മേക്കപ്പ് ആയിട്ട് പോവാണ്. പക്ഷെ അവിടുന്ന് ഇപ്പൊ നാളെ പോകുന്നു, ഛത്തീസ്ഗഡൊക്കെ പോവാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കാരണം അവിടെ ഇല്ല. ഞാൻ കരുതിയിട്ടുണ്ട് അവിടുത്തെ ചില പള്ളികളൊക്കെ കാണുമ്പോൾ, ദൈവമേ നമ്മുടെ അവിടെയൊക്കെ പള്ളി പോട്ടെ, പള്ളികൾ വേണം, പള്ളികൾ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ, നല്ല വലിപ്പം വേണം, നല്ല ആഡംബര പള്ളികളും വേണം, വലുതാക്കിയൊക്കെ പണി, അതെല്ലാം ഓക്കെ, കർത്താവിൻ്റെ ആലയം. പക്ഷെ ഇവിടെ നിലത്ത് ടൈലിടുന്ന പൈസ ഉണ്ടെങ്കിൽ, ഇവിടുത്തെ വാഷ്റൂമുകൾ അവിടെ ഒരു പള്ളി തന്നെ പണിയാം. അവിടെ വലിയ ചെലവില്ല അത്ര പള്ളി പണിയാനായിട്ട്. അവർക്ക് വലിയ വലിയ കെട്ടിടങ്ങളല്ല, ഉള്ളത് ടിൻ ഷീറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയൊക്കെ എടുക്കാം. പക്ഷെ അങ്ങനെ ദാരിദ്ര്യമായ ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പൈസ. ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, അവിടുത്തെ ദാരിദ്ര്യം നിറഞ്ഞ ആ ചുറ്റുപാടിലുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അങ്ങ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട്? പിന്നീട് ചെല്ലുമ്പോൾ അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇത് വചനം വിത്താണ്, തീർച്ചയായിട്ടും അത് വളരണം. അപ്പൊ ആരോട് നമ്മൾ സുവിശേഷം പറയുന്നു, അവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകണം, അവരുടെ സ്ഥിതി മാറണം. ഞാൻ ചെല്ലുന്ന സ്ഥലത്തൊക്കെ വീണ്ടും ചിലപ്പോൾ പോകാനിട വന്നിട്ടുണ്ട്. അവർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ധ്യാനം കൂടി ആ വചനം കേട്ടപ്പോൾ ഒത്തിരി മാറ്റം ഉണ്ടായി എനിക്ക്. പിന്നെ ഞാൻ സരാപ്പീന ബന്ധിക്കുക, കള്ളുകൂടി ഞാൻ നിർത്തി, ഞാൻ കഞ്ചാവ് വലിച്ചിരുന്നു, അത് നിർത്തി. എല്ലാ ചിലര് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ദൈവവചനത്തിന് അങ്ങനെ വലിയൊരു ശക്തി ഉണ്ടല്ലോ. മനസാന്തരം ഉറപ്പാണ് ഉണ്ടാവുന്നുണ്ട്, നടക്കുന്നുണ്ട്. അത് ഈ അങ്ങ് സുവിശേഷം പറയുന്ന മേഖലകള്, ആ സ്റ്റേറ്റുകളൊക്കെ ശരിക്കും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണല്ലോ. അപ്പം BJPക്കാരിൽ നിന്നൊക്കെ അങ്ങേക്ക് എന്തെങ്കിലും ഈ പ്രയാസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടാകും? എന്ന് പറഞ്ഞാൽ ഒരു മതം മാറ്റം ആരോപിച്ച് അങ്ങ് എപ്പോഴെങ്കിലും ആൾക്കാരെ മതം മാറ്റിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ 32 വർഷമായി ദൈവവചനം പ്രസംഗിക്കുക. ഞാൻ ഇന്ന് വരെ, ഇതൊരു വലിയ നഗ്ന സത്യ, ഒരു വ്യക്തിയോട് നീ മതം മാറണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഡ്യൂട്ടി അല്ല അത്. കാരണം ഒരു മതത്തെ അല്ല നമ്മൾ പ്രസംഗിക്കുന്നത്, ഒരിക്കലും അല്ല. യേശു എന്ന വ്യക്തിയെ
ഞാൻ ക്രിസ്തുമതം നല്ലതാണ്, ക്രിസ്ത്യാനി നല്ലതാണെന്നൊന്നല്ല പ്രസംഗിക്കുന്ന ഞാൻ നല്ലതാണെന്നോ മറ്റുള്ളവർ നല്ലതാണെന്നോ അതല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത് യേശു രക്ഷകനാണ്, യേശു നല്ലവനാണ്, യേശു ദൈവമാണ്, ആ ദൈവം സ്നേഹമാണ്. ഇപ്പൊ ആരുടെ വേണമെങ്കിൽ തെളിവെടുത്ത് നോക്കിയോ, ഞാൻ ഇന്ന് ഒരാൾക്കും അത് തെളിവ് പറയാൻ പറ്റില്ല. മതം മാറാൻ പറയില്ല, എൻ്റെ ഡ്യൂട്ടി അല്ല. അങ്ങനെ ചിലർ ചിന്തിക്കുന്ന പോലെ അങ്ങനെ ഒരു മതം മാറ്റം ഒന്നും നടക്കുന്നില്ല. മതം മാറ്റം അല്ല നടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്ഷ, യേശുക്രിസ്തുവിന്റെ സ്നേഹം അത് പറയും. അത് ജീവനുള്ളിടത്തോളം എനിക്ക് പറയണം. കാരണം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അല്ലാതെ ലോകമെങ്ങും പോയി ആരോടും മതം മാറാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ പലപ്പോഴും ഈ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പറ്റി വലിയ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ കൊടുക്കാറുണ്ട്. സത്യത്തിൽ അതിൻ്റെ പിന്നിൽ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവരെല്ലാവരും BJP-ക്കാരാണോ? അവരാണോ ഈ അക്രമത്തിന്റെ പിന്നിലുള്ളത്? അതായത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു BJP-ക്കാരിൽ നിന്നൊരു ശല്യമോ ഒരു ആക്രമണമൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല? ഒരിക്കലും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത് വചനം പ്രസംഗിക്കാൻ. പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്? ഇങ്ങനെയുള്ള അക്രമങ്ങളുടെ ഒക്കെ പിന്നിൽ ഉള്ള ആരാണ് അതിന്റെ പിന്നിലുള്ളത്? അത് ചില പ്രാദേശികമായ ചില സംഘടനകളുണ്ടോ എനിക്കറിയില്ല. ആക്ച്വലി എനിക്കങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ അവിടെയുള്ള പ്രാദേശിക സംഘടനകള് ചില തീവ്ര ഹിന്ദുത്വ വികാരങ്ങളുള്ളവര് ഇവരെല്ലാം ഒരേ നിറത്തിലുള്ള കാവി കളറിലുള്ള വേഷം ധരിക്കുന്നു. ഇതെല്ലാം BJP-യുടെ തലയിൽ വരുന്നു. അതാണ് അവിടെ പലപ്പോഴും സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതല്ലാതെ ശരിക്കും അവിടെ BJP-ക്കാരിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള അക്രമം നമുക്കുണ്ടാകും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒന്നും ഇന്നുവരെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സേഫായിട്ട് തന്നെ പോകുന്നത്. ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ, അങ്ങനെ വേറെ ശല്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ആരെയോട്ട് മതം മാറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നു? ഒരിക്കലുമില്ല. പിന്നെ ഞാൻ ഒരു ഭവനങ്ങൾ അങ്ങനെ കയറി ഇറങ്ങല്ല. ഞാൻ പള്ളികളിലും നമ്മുടെ ക്രിസ്ത്യൻ സെന്ററുകളിൽ ചെന്ന് വചനം പ്രസംഗിക്കുന്നു. അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ അങ്ങോട്ട് വരുന്നു. ഈശോയുടെ ദേവാലയത്തിലേക്ക് ആരെയും നോ പറഞ്ഞിട്ടില്ലല്ലോ, ആർക്കും വരാലോ. അങ്ങനെ ആളുകൾ വരുന്നു, യേശുക്രിസ്തുവിന്റെ രക്ഷ അനുഭവിച്ചറിയുന്നു, അവരെ സ്വീകരിക്കുന്നു, ആ വിശ്വാസത്തിലൂടെ അവർ ജീവിതം നയിക്കുന്നു. അവിടുത്തെ മനുഷ്യരുടെ ഭക്ഷണ രീതികളൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. തീർച്ചയായും. അതങ്ങ് എങ്ങനെയാ അത് അഡ്ജസ്റ്റ് ഇപ്പൊ വർഷങ്ങളായതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. എങ്ങനെയാ അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്നത്? അതായത് ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവരോട് കൂടെ താമസിക്കേണ്ടി വരും. അവർ തരുന്ന ഭക്ഷണം അത് നമ്മൾ കാര്യമാക്കുന്നില്ല. അവരുടെ വീടുകളിലൊക്കെ താമസിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നാളെ അരുണാചലില് ഈറ്റാനഗർ പോയിരുന്നു, ഈറ്റാനഗർ രൂപതയില്. അപ്പോൾ ഒരു വില്ലേജ്, ഒരിടവപ്പള്ളി, അവിടെ നിന്ന് വില്ലേജ് ഒത്തിരി ദൂരം. ഒരു ഇടവകയുടെ കീഴിൽ ചിലപ്പോൾ 10, 20, 30 വില്ലേജുകളുണ്ട്. അവിടെയൊക്കെ ഓരോ പള്ളികളുണ്ട്. അപ്പൊ അവിടെ കുർബാന എല്ലാ ദിവസമൊന്നും ഇല്ല, എല്ലാ ഞായറാഴ്ചയും ഇല്ല. ചിലപ്പോൾ ദിവ്യബലിയൊക്കെ അവിടെ ഉണ്ടാവുന്നത് മാസത്തിലൊരിക്കൽ, 2 മാസത്തിലൊരിക്കൽ, 3 മാസത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇത്രയും കിലോമീറ്റർ പോയി വരാനും പറ്റില്ല ഡെയിലി. അപ്പൊ 3 ദിവസത്തെ ധ്യാനമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലും. അതിലുള്ള ഒരു മൂപ്പന്റെ വീട്ടില്, കാറ്റഗിസ്റ്റിന്റെ വീട്ടിലൊക്കെ താമസിക്കും. അപ്പൊ അവര് തരുന്ന ഭക്ഷണമാണ് ഭക്ഷണം കൂടുതലും സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന എന്തൊക്കെ ഭക്ഷണങ്ങളായിരിക്കും? അവര് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം അല്ല. ചില സ്ഥലത്ത് മിളകൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല, മസാലകൾ തീരെയില്ല. പിന്നെ കറിയൊക്കെ ഇലക്കറികളാണ് അധികം. ഞാൻ കാണാത്ത, നമ്മുടെ അവിടുത്തെ ചീര പോലെയല്ല, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒന്നല്ല ഇവിടെ വന്ന്. അതുപോലത്തെ ഇലകളൊക്കെ അവര് കറി വെച്ച് തരും. എന്തായാലും അതിലൂടെ കുറെ വർഷങ്ങളായില്ലേ, അതിലൂടെ അത് യോജിച്ചു പോകുന്നുണ്ട്. അവര് നോൺ വെജ് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ടോ? നോൺ വെജ് പല സ്ഥലത്തും പല തരത്തിലാണ്. നോൺ വെജ് ഉപയോഗിക്കാനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ല അധികം. അത്രയും പാവങ്ങളാണ്. ചില സ്ഥലത്തൊക്കെ 2 നേരം ഭക്ഷണമുള്ള ഒരു ദിവസം. അവർ ധ്യാനത്തിന് വന്നാലും രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചു വരും, പിന്നെ വൈകിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് കഴിക്കുക. അതും ഭക്ഷണം പാകം ചെയ്ത്. നമ്മൾ ഈ മലയാളികളെ പോലെ 3 നേരം 4 നേരം കഴിക്കാന്നുള്ളത് അവർക്ക് വലിയ ആഡംബരമാണത്. തീർച്ചയായിട്ടും വലിയ ആഡംബരമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ 2 നേരമൊക്കെ കഴിക്കുള്ളൂ. അവര് സംതൃപ്തരാ, അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഴുന്നേറ്റ് പോവുക, അലസമായിട്ടിരിക്കുക. ദൈവവാദം തുടങ്ങി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും കണ്ണ് തുറക്കില്ല. എല്ലാവരും ഗംഭീര പ്രാർത്ഥനയായിരിക്കും. അതുപോലെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കും.
കടുത്ത വിശ്വാസമാണ്. അവർക്ക് അറിവില്ലാത്തതാണ് സത്യത്തിൽ നടക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തതാണ് പ്രോബ്ലം. അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഈശോയെ വിടില്ല അവർ. അവിടെയുള്ള മനുഷ്യരുടെ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ എങ്ങനെയാ? നമ്മുടെ ഈ സുവിശേഷമൊക്കെ കേട്ടതിന് ശേഷം ആ ബന്ധങ്ങളിൽ കുറെ കൂടെ ഒരു കെട്ടുറപ്പും ഒക്കെ ഉണ്ടാകുന്നുണ്ടോ? അതായത് ചില വില്ലേജുകളിൽ, ഈ ഗോത്രവർഗം ആദിവാസികളോ താമസിച്ച ചില വില്ലേജുകളിൽ കല്യാണം അവർ പള്ളിയിലൊന്നും വെച്ച് നടത്തിയിരുന്നില്ല, വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് മിഷണറിമാരും ഇതുപോലെ ധ്യാനവും മറ്റു വചനമൊക്കെ കേട്ട് ഇപ്പൊ അവര് പള്ളികളിലൊക്കെ വെച്ച് വിവാഹം എന്ന കൂദാശ ആശീർവദിക്കാൻ തുടങ്ങി. ഇപ്പൊ വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാമോദീസകളൊക്കെ, മീൻസ് ക്രിസ്ത്യൻ കുട്ടികള് അവരുടെ കുഞ്ഞിലെ തന്നെ അവരെ കൊണ്ട് ബാപ്റ്റിസം ഒക്കെ കൊടുക്കുന്നുണ്ട്. അവര് ശരിക്കും വിദ്യാഭ്യാസത്തിനൊക്കെ കൂടുതൽ ഊന്നൽ കൊടുത്ത് തുടങ്ങുന്നുണ്ടോ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞാൻ കത്തോലിക്ക സഭയ്ക്ക് നന്ദി പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 3 മണിക്കൂർ കഴിഞ്ഞ തവണ അരുണാചലിൽ ചെന്നപ്പോ 3 മണിക്കൂർ കാട്ടിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഒരു വില്ലേജിൽ ചെല്ലുന്നത്. പോകുന്ന വഴിക്കൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല, തനി കൊടും കാട് പോലെ. ആ വില്ലേജിൽ സ്കൂൾ ഉണ്ടാവില്ല ചിലപ്പോൾ, അഥവാ സ്കൂൾ ഉണ്ടെങ്കിൽ തന്നെ ഗവൺമെന്റ് സ്കൂൾ ചിലപ്പോൾ ഒരു മുറിയൊക്കെ ആയിരിക്കും. അപ്പോൾ ചില സ്ഥലത്ത്, എല്ലായിടത്തല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കത്തോലിക്ക സഭ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം, അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ ഈ ടൗണ് പോലെ ഇത്രയും കൂടി ടൗൺ ആയിട്ടുള്ള വില്ലേജിന്റെ തന്നെ ഇത്രയും ഇമ്പ്രൂവ് ആയിട്ടുള്ള ആ വില്ലേജിൽ കൊണ്ടുവന്ന്, അവിടെ സ്കൂൾ ഉണ്ടാവും, നമ്മുടെ സഭയുടെ സ്കൂൾ ഉണ്ടാവും, അവിടെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ താമസിപ്പിക്കും കൊച്ചുകുട്ടികളെ. എന്നിട്ട് അവർ ആ സ്കൂളിൽ പോകും. അവരെന്നിട്ട് ലീവ് വരുമ്പോൾ സ്കൂൾ അടയ്ക്കുമ്പോഴൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ മാതാപിതാക്കൾ ഞായറാഴ്ച വന്ന് കാണും കുഞ്ഞുങ്ങളെ. തീർച്ചയായിട്ടും കത്തോലിക്ക സഭ, അത് യേശുക്രിസ്തുവിന്റെ വലിയൊരു നന്മയാണ്. ഇപ്പോ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ സഭയ്ക്ക് വലിയൊരു പങ്കുണ്ട് അതിൽ. ജനങ്ങളെ കുറെ കൂടെ പുരോഗതിയിലേക്ക് നയിക്കുവാനുള്ള ആ ഒരു വലിയ യജ്ഞം തീർച്ചയായും സഭയിലൂടെ ഇന്നും അത് തുടരുന്നു, നാളെയും അത് തുടരണം. തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടിരിക്കുക. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ കാണുന്നുണ്ടെന്നേ ഹോസ്റ്റലുകൾ, പള്ളിയോടനുബന്ധിച്ച് ഹോസ്റ്റല്, പള്ളിയോടനുബന്ധിച്ച് സ്കൂള്. ഇനി ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ വരുന്ന കുഞ്ഞുങ്ങള് ജാതിയ മതമൊന്നും നോക്കുന്നില്ല. ഒരു നിർബന്ധമില്ല നിങ്ങൾ കുർബാനയ്ക്ക് പോയിരിക്കണം, ധ്യാനം വന്നാൽ പോയിരിക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ മുതിർന്ന പിള്ളേര്, വേണമെങ്കിൽ പോകാം, അത്രേ ഉള്ളൂ. ആർക്കും വിലക്കില്ല, മുടക്കില്ല, നിർബന്ധമില്ല. അങ്ങനെയാണ് സഭ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഈ നോർത്തിൽ പോയിട്ട് വരുന്ന സമയങ്ങളിൽ ഇവിടെ കേരളത്തിൽ അങ്ങയുടെ ശുശ്രൂഷകൾ എങ്ങനെയൊക്കെയാണ്? കേരളത്തിൽ ഞാനിപ്പോ ഒരു ഗാകുൽത്ത ധ്യാന മന്ദിരമുണ്ട്, പോട്ട ആശ്രമം, പിന്നെ ജെറുസലേം ധ്യാന മന്ദിരം. ഗാകുൽത്തയിൽ ഞാൻ സ്ഥിരമായിട്ടുണ്ട്, ധ്യാന പ്രസംഗ ടീമിൽ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ അവിടെ. അതുകൊണ്ട് ഞാൻ വരുമ്പോൾ അവിടെ ധ്യാനം ഉണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അങ്ങേക്ക് കൂടുതൽ ഇഷ്ടം കേരളത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതാണോ അതോ കേരളത്തിന് പുറത്ത് ശുശ്രൂഷ ചെയ്യുന്നതാണോ? എൻ്റെ ഇന്നത്തെ നില അനുസരിച്ച് എനിക്ക് ഏറ്റവും താല്പര്യം, സാമ്പത്തികമായിട്ടൊക്കെ പോകാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് പോകേണ്ടി വരും. എങ്കിലും നോർത്ത് ഈസ്റ്റാണ്. കാരണം അവിടെ അധികം പേരില്ല. അവരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും, നമ്മുടെ മുഖത്തേക്ക് കണ്ണ് നോക്കി ഇമ വെട്ടാതെ ശ്രദ്ധിച്ചിരിക്കും, വചനം വിഴുങ്ങ അവര്. ഇവിടെ നമ്മൾ വാസ്തവത്തിൽ ഈ പറഞ്ഞവരോട് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞവരോടാണ് കൂടുതലും. ഈ വന്നവർ തന്നെ വീണ്ടും പുതിയ അവിടെ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവര് വളരെ ദാഹത്തോടെ കാത്തിരിക്കുന്നു വരുന്നുണ്ട്. ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവർ. പിന്നെ അവരവിടെ അങ്ങനെ ധ്യാനങ്ങളൊന്നും ഇല്ലല്ലോ അധികം. ഇപ്പൊ ഡൽഹി അല്ലെങ്കിൽ ബോംബെ, ആ സ്റ്റേറ്റിന്റെ, മഹാരാഷ്ട്രയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മഹാരാഷ്ട്രയിലും ബോംബെ വിട്ട് ഉള്ളിലേക്കൊന്നും ആളുകൾ അധികം പോകുന്നില്ല. ഡൽഹിയിലൊക്കെ മിക്കവാറും ധ്യാനങ്ങളൊക്കെ ഉണ്ട്, മലയാളികളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ധ്യാനങ്ങളൊന്നും ഇല്ല അധികം, പ്രത്യേകിച്ച് ഈ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ അല്ലേ? ഉൾപ്രദേശങ്ങളിൽ തീരെ ഇല്ല അവിടെയൊന്നും. ഇപ്പൊ ഞാൻ ചില സ്ഥലത്ത് കഴിഞ്ഞ വർഷം ധ്യാനിപ്പിച്ചു, പിന്നെ ഈ വർഷം പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിനിടയ്ക്ക് വല്ല ധ്യാനങ്ങൾ? ഒന്നുമില്ല ധ്യാനങ്ങൾ. അവർക്ക് ആ കുർബാനയും കാര്യങ്ങളൊക്കെ, ആ വിശ്വാസം കീപ്പ് ചെയ്ത് നടക്കുക അവർ. ബ്രദറെ, ഇവിടുന്ന് പല ശുശ്രൂഷകർക്കും അവിടെ വന്ന് പ്രസംഗിക്കണമെന്നും ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഭാഷ ഒരു വലിയ വിലങ്ങുതടിയാണ്. പലർക്കും ഹിന്ദി തീരെ വശമില്ലാത്തവരുണ്ട്. ഇംഗ്ലീഷും വലിയ കാര്യമായിട്ട് പിടിപാടുള്ളവരായിരിക്കത്തില്ല ഭൂരിപക്ഷം ആൾക്കാരും. അപ്പൊ ഈ ഭാഷയുടെ പരിമിതികളെ നമുക്ക് എങ്ങനെ അവിടെ മറികടക്കാൻ പറ്റും? ഞാൻ പറയുകയാണെങ്കിൽ ആക്ച്വലി ഭാഷ വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. കാരണം ധ്യാനം പ്രസംഗിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഹിന്ദിയിലാണ് പ്രസംഗിക്കുന്നത്,
ഏത് വില്ലേജിൽ ചെന്നാലും ഇപ്പൊ അരുണാചൽ പ്രദേശിൽ നോക്കുകയാണെങ്കിൽ ഒരു വില്ലേജിലെ ഭാഷയല്ല മറ്റേ വില്ലേജില്. കുറച്ച് അടുത്തുള്ള വില്ലേജ് ആയിരിക്കാം, പക്ഷെ അവരുടെ ഭാഷ വേറെ ആയിരിക്കും. ഈ ഹിന്ദിയിൽ തന്നെ വ്യത്യാസമുണ്ട്? നോ അവരുടെ ഭാഷ, പ്രാദേശിക ഭാഷ. ഒരു നിസി എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്, അല്ലെങ്കിൽ വാൻചോ. ഈ സ്ലാങ്ങിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷ പോലെ അല്ല ഞങ്ങൾ കോട്ടയംകാരുടെ ഭാഷ. അല്ലല്ല, സ്ലാങ് വ്യത്യാസമല്ല, അല്ല, ഭാഷ തന്നെ വ്യത്യാസമുണ്ട്. ഓ അത് ശരി. അപ്പൊ ആ ഭാഷ ഇവർക്ക് അറിയില്ല. അടുത്ത വില്ലേജിലുള്ളവർക്ക് ഈ വില്ലേജിലെ ഭാഷ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രസംഗം ബുദ്ധിമുട്ടായി വരും. പക്ഷെ അതിനുള്ള വഴി ദൈവം ഒരുക്കുക. കാരണം ഞാനിപ്പോ ഒരു വില്ലേജ് ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും, ഹിന്ദി ഇത്തിരി അറിയാവുന്നവരൊന്ന് കൈപൊക്ക്. അത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ അതിന് പെൺകുട്ടികൾ പുറത്തു പോയി പഠിച്ചവരായിരിക്കാം, പുറത്ത് എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന്. അവർക്ക് ഹിന്ദി അറിയാം. അപ്പൊ അവരെ വിളിച്ചു നിർത്തും, ഹിന്ദിയിൽ പ്രസംഗിക്കും, അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇത്തിരി ഹിന്ദി അറിഞ്ഞാൽ വളരെ ഉത്തമമായി. ഇനിയിപ്പോൾ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അവിടെ ചെന്ന് ആ സ്ഥലത്ത് ചെന്ന് ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ കൂടുതൽ സമയവും കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പൊ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? നമുക്ക് അങ്ങയുടെ കുടുംബ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാം. എനിക്ക് 2 മക്കളാണ്. ഞാനിപ്പോ വർഷങ്ങളായി ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോവാണ്. ഭാര്യ നല്ല സപ്പോർട്ടാ. ഇന്നിപ്പോ ഇവിടെ തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഷെക്കേനയിൽ തന്നെ ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അവളാണ് ആ സമയം, ഇന്ന സമയത്തല്ല പറഞ്ഞിട്ടില്ല, വേഗം പോയ ഇത്ര സമയമുണ്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിത പങ്കാളി. എൻ്റെ അമ്മ മരിച്ചു പോയി ഒരു 8 വർഷം മുമ്പ്. അമ്മ അതുപോലെ തന്നെ. അമ്മ അതൊരു ഭാഗ്യമായിട്ട്, അപ്പൊ അമ്മയുടെ 2 മക്കള് സുവിശേഷ വേല ചെയ്യാം, വചനം പ്രസംഗിക്കാം, ഞാനും എൻ്റെ പെങ്ങളും. ഈ പെങ്ങളും ഇപ്പോഴും ശുശ്രൂഷയിലുണ്ടോ? പെങ്ങൾ ഇപ്പോഴും മലയാളത്തില്, ഹിന്ദി അവള് വിവാഹം കഴിഞ്ഞതിന് ശേഷമുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവള് ഇപ്പോഴും ഇന്ന് അവള് പോട്ടാശ്രമത്തിലെ ക്ലാസ്. ഓ അത് ശരി. ഇന്ന് രാവിലെ മുമ്പ് എന്നെ വിളിച്ചിരുന്നു, പ്രാർത്ഥിച്ചോളാം പോട്ടയിലെ ക്ലാസ്. ഇപ്പോഴും പെങ്ങള് പ്രസംഗിക്കുന്നുണ്ട്, ദൈവവചനം പറയുന്നു. അപ്പൊ ഞങ്ങള് ഒരു ടീമാണ്. ഞാനും ആന്റണി ചിറ്റില പുള്ളിയച്ഛനും എൻ്റെ പെങ്ങളും പാട്ടുകാരനൊക്കെ ഒരു ടീമാണ് ഇപ്പോഴും. നോമ്പിലൊക്കെ ധ്യാനങ്ങള് ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനും കൂടെ പോകും, അല്ലെങ്കിൽ അവര് 3 ആള് പോകും ധ്യാനിപ്പിക്കാനായിട്ട്. എൻ്റെ അമ്മയും ഒത്തിരി സന്തോഷവതിയായിരുന്നു. അമ്മയുടെ സത്യം പറഞ്ഞാൽ എന്നെ ഒരു ശുശ്രൂഷകനാക്കിയത്, എന്നെ ഒരു മിഷൻ ധ്യാനിപ്പിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത് എൻ്റെ അമ്മയുടെ കണ്ണുനീരാ. കുറെ കരഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ എപ്പോഴും പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ മക്കൾ നിന്നെ മഹത്വപ്പെടുത്തണം, എൻ്റെ മക്കൾ നിന്നെ എപ്പോഴും സ്തുതിക്കണം. എൻ്റെ അമ്മ സന്തോഷത്തിൽ തന്നെയാണ് മരിച്ചിട്ടുള്ളത്. 2 മക്കൾ വചനം പ്രസംഗിക്കാൻ പോവാന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വലിയൊരു ആനന്ദം. അത് ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നത് അമ്മയിലൂടെ അപ്പനിലൂടെ ഉള്ള അനുഗ്രഹമാണ്. നിശ്ചയമായും. എൻ്റെ അപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. എൻ്റെ അമ്മ 8 കൊല്ലം മുന്നേ മരിച്ച്. ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് മിഷനിലൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തും. അമ്മ ആ കൈയൊന്ന് എൻ്റെ തലയിൽ വെക്കണം, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. എൻ്റെ അമ്മ അതിൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയുന്ന വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കർത്താവെ, നിന്നെ മഹത്വപ്പെടുത്താൻ എൻ്റെ മകൻ ഇത്രയും ദൂരേക്ക് വരിക, ഒരു മുള്ളു പോലും പോറരുത്. ഇന്ന് വരെ പോറിയിട്ടില്ല. അമ്മ മരിച്ചു. ഇപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഓർമ്മകൾ, അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. അമ്മ കരയും. ആ കണ്ണീരെൻ്റെ തലയിലൊക്കെ ഇട്ടിട്ട് വീഴുമ്പോൾ ഞാൻ ഓർക്കും അത് അന്നദവെള്ളത്തേക്കാൾ പവർ ഉണ്ടായിരുന്നു. അങ്ങയുടെ മക്കള് എവിടം വരെ? എൻ്റെ 2 മക്കളാണ്. മോള് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ അവള് ബാംഗ്ലൂര് ഭർത്താവുമൊത്ത് ജീവിക്കുന്നു. ഒരു കുഞ്ഞുണ്ട്. മോനിപ്പോ വീട്ടിൽ ചെറിയൊരു ജോലി ചെയ്യുന്നു. 2 പേര് ബിടെക് കഴിഞ്ഞു. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച സമാധാനത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. ഈ അങ്ങൊരു നോർത്ത് ഇന്ത്യൻ മിഷണറി ആണല്ലോ, സഭയിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മയുടെ ഇന്ന് അനുഗ്രഹം വാങ്ങുന്ന പോലെ തന്നെ എൻ്റെ വികാരിച്ചൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ മുട്ടുകുത്തി അച്ഛൻ്റെ കയ്യൊപ്പ് വാങ്ങാണ്ട് ഞാൻ പോവില്ല. ഇപ്പം ഞാൻ നാളെ ഛത്തീസ്ഗഡ് പോവാണ്. നാളെ രാവിലെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ കാണും, വികാരിച്ചനെ. അതുപോലെ ഞാനിപ്പോൾ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റാണ്. ഇവിടെയും സജീവോ? ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ലീഡർ ആയിരുന്നു മുന്നേ. ഇപ്പോൾ ഞാനല്ല, ഇപ്പോൾ സമയമില്ല.
ഞാൻ കൈക്കാരനായിരുന്നു. എൻ്റെ വികാരിച്ചൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, മുന്നുണ്ടായിരുന്ന വികാരിച്ചൻ ഒരു 5-6 കൊല്ലം മുന്നേ, സണ്ണിച്ചേട്ടൻ്റെ ഇടവകയിൽ കൈക്കാരനാവണം. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനൊരു മിഷൻ പ്രവർത്തനം പോകുന്ന ആളാണ്, ഞാൻ വളരെ തിരക്കാച്ച, കൈക്കാരനാവുമ്പോൾ മിക്ക ഞായറാഴ്ചയും ഇടവകയിൽ വേണം, മിക്ക ദിവസം വേണം. സണ്ണിച്ചേട്ടൻ അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. ഞാൻ ഈ ഇടവകയിലെ വികാരിച്ചനാ. ഞാൻ പറയാണ്, സണ്ണിച്ചേട്ടൻ ഇവിടെ, എന്നേക്കാൾ ഒത്തിരി പ്രായം കുറവച്ചൻ, സണ്ണിച്ചേട്ടൻ ഇവിടെ കൈക്കാരനാവണം. ഞാൻ പറഞ്ഞു ശരി. ഞാനിപ്പോൾ സഭേനെ അനുസരിക്കാതെ, വികാരിച്ചനുസരിക്കാതെ ഞാൻ നോർത്തിൽ പോയി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അതിൽ വലിയ ഫലമുണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞു ശരി അച്ഛന് നിർബന്ധമാണെങ്കിൽ ഞാൻ കൈക്കാരനാവും. 1 വർഷം ഞാൻ കൈക്കാരനായി. അപ്പം എനിക്കൊരു പീരീഡ് ഉണ്ടല്ലോ കൈക്കാരന്മാർക്ക്, നടത്തു കൈക്കാരന്മാർ, അത് കഴിഞ്ഞുള്ള സമയത്ത് അച്ഛനോട് പെർമിഷൻ വാങ്ങി ഞാൻ നോർത്തിൽ പോകുമായിരുന്നു. അനുസരണം അത് കമ്പൽസറിയാണ് സുവിശേഷ വേലയിൽ, അത് ഞാൻ ചെയ്യും. അപ്പം എൻ്റെ വികാരിച്ചൻ പറയണം നീ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. എനിക്കെന്താ, നീ പോകണ്ട മിഷൻ, ഞാൻ പോവില്ല. പക്ഷേ അച്ഛന്മാർ നല്ല താല്പര്യമാണ്, ഇതുവരെ വന്ന വൈദികരൊക്കെ നല്ല സപ്പോർട്ടാണ്, എന്നെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പം ഞാൻ എപ്പോൾ ചെന്നാൽ സന്നേട്ട എവിടെയാ പോയിരുന്നത്, എങ്ങനെയുണ്ട് അവിടെ, അതൊക്കെ വലിയൊരു കാര്യമാണ്. സഭയോട് ചേർന്ന് ഞാൻ നിൽക്കുന്നത്. ഈ പുതിയ വർഷത്തിലെ നോർത്ത് ഇന്ത്യൻ ശുശ്രൂഷകൾ എങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഞാനിപ്പോൾ നോമ്പ് കാലത്ത് എനിക്ക് അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗറിൽ ധ്യാനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹിമാചലിൽ നിന്നൊരച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ധ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോർത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നാട്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആന്റണി ചിറ്റിലപ്പള്ളി അച്ഛൻ, എൻ്റെ പെങ്ങള്, ഞങ്ങളുടെ ഒരു ടീമാണ് മലയാളം ധ്യാനങ്ങൾ. അപ്പോൾ അവിടെ ധ്യാനങ്ങൾ വരുമ്പോൾ അവിടെയും ഞാൻ പോകും. സമയം അനുസരിച്ച് ക്രമീകരിക്കും. അങ്ങനെ വെറുതെ ഇരിക്കാറില്ല മിക്കവാറും. പക്ഷെ ദൈവം ഒരു അസുഖം, ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ ഇങ്ങനെ വഴി നടത്തുന്നുണ്ട്. അപ്പൊ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ജോഷുവ പ്രവാചകനോട് പറഞ്ഞില്ലേ, നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും. ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്കൊക്കെയുള്ള നിരന്തരമായ യാത്രകൾക്കിടയിൽ ഈ ആരോഗ്യം എപ്പോഴെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇന്ന് വരെ. ദൈവം ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ 4 ദിവസമൊക്കെ ട്രെയിനിലിരുന്ന് പോകുമ്പോൾ ഇത്തിരി ട്രെയിനിലെ യാത്ര ഇത്തിരി ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പൊ ചിലപ്പോൾ സാഹചര്യം ഉണ്ടെങ്കിൽ, അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകും, ഇല്ലെങ്കിൽ ട്രെയിനിൽ തന്നെ പോകും. അങ്ങനെ വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരിക്കൽ ഞാൻ ഓർക്കുക, ഒരു മലയുടെ മേലെ ഒരു പള്ളി. അപ്പൊ എൻ്റെ മനസ്സ് പ്രായമായിട്ടില്ല. ഞാനിങ്ങനെ അവിടുത്തെ അച്ഛൻ നടന്നു കയറുന്നുണ്ടപ്പോൾ ഞാനും ഇങ്ങനെ ഓടി ഓടി കയറി. പക്ഷെ ഇടയ്ക്ക് വന്നപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാനവിടെ നിന്ന് എനിക്ക് കണ്ണ് കാണാത്ത പോലെയായി. കാരണം അത്രയും കയറ്റാത്. ഞാൻ ഓർക്കുക 70, 75, 50 വയസ്സുള്ള അമ്മാമ്മമാരൊക്കെ അപ്പാപ്പന്മാരൊക്കെ കയറി വരാന്ന്. ഒരു പ്രശ്നമില്ല അവർക്ക്. അവര് വന്ന കുർബാനയ്ക്ക് അത്രയും ദൈവത്തോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. നമ്മുടെ അവിടെ ഒന്നും അങ്ങനെയില്ല പള്ളികളൊന്നും, ഇത്രയും മലമുകളിലൊന്നും. ചിലപ്പോൾ മലയാറ്റൂർ മല നമ്മൾ വല്ലപ്പോഴല്ലേ പോകുന്നത്, വർഷത്തിലൊരിക്കലൊക്കെ. ഇത് കുർബാനയുള്ളപ്പോൾ ഒക്കെ പോവാ, ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഉള്ളപ്പോൾ. പക്ഷെ അന്ന് മാത്രം അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്തു എനിക്ക്. പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. എല്ലാം ക്രമീകരിക്കുന്ന ദൈവം. അങ്ങനെ ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ടോ ഈ ശുശ്രൂഷയിൽ? കാരണം ഇത് വലിയ ചെലവുള്ള ഒരു കാര്യമാണ്. അവിടെ നിന്ന് ഒന്നും കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. പ്രത്യേകമായിട്ട് ഇപ്പൊ ഈ കൊറോണ സമയത്തൊക്കെ ധ്യാനങ്ങളെല്ലാം മുടങ്ങി, പള്ളികളൊക്കെ അടച്ചു. ആ സമയത്താണ് യൂട്യൂബിലൊക്കെ ആക്റ്റീവായി ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ, അങ്ങനെയൊക്കെ ചില സഹായങ്ങളൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. ആ സമയത്തൊക്കെ ഇതുപോലെ വല്ല ടിക്കറ്റ് എടുത്ത് തരേ, അങ്ങനെയൊക്കെ. അല്ലാതെ അങ്ങനെ ഒരു ചാരിറ്റി ചെയ്യുക, അങ്ങനെ ഒരു പിരിവ്, അങ്ങനെ ഒന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല. നമ്മൾ ശരിക്കും ദൈവത്തിന്റെ കരുതലും പരിപാലനയും പിന്നെ എന്റെ മോളും ആശ്രയിച്ച് മുന്നോട്ട് പോകും. ആ മക്കളുടെ ജോലി, മോളൊക്കെ നല്ല ജോലിയാണ്, മോനും കുഴപ്പമില്ലാതെ ദൈവം ഇങ്ങനെയൊക്കെ ക്രമീകരിക്കുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്ക് അതിനുള്ള സാമ്പത്തിക സഹായമൊക്കെ തരാറുണ്ട് മക്കളൊക്കെ. പിന്നെ എനിക്ക് അങ്ങനെ വലിയ കടബാധ്യതകളോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും ദൈവം ഇതുവരെ അനുവദിച്ചില്ല. അന്നേരം തപ്പായിട്ട് പോകുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങയുടെ ശുശ്രൂഷകളെല്ലാം വളരെ ഊർജ്ജസ്വലമായിട്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലായിട്ട് അങ്ങയുടെ ശുശ്രൂഷകൾ വ്യാപിക്കട്ടെ. അതിലൂടെ അനേകായിരങ്ങൾ ഇനിയും ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പുതിയ വർഷത്തിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് ഒന്ന് പ്രാർത്ഥിച്ചാണ്.
എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, പ്രത്യാശ നമ്മെ നിരാശരാകുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും അസ്വസ്ഥകളൊക്കെ ഉണ്ടായി കാണും. സാരമില്ല, ഈ പുതിയ വർഷം പുതിയ കാര്യം ദൈവം ചെയ്യാൻ പോവാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒന്നിനെ കുറിച്ചൊരു ടെൻഷൻ എടുക്കണ്ട. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള തിരുഹിതം. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും വിഷമിക്കേണ്ട. ഈ പുതിയ വർഷം 2025 നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി നീ കുരിശിൽ മരിച്ചതിന് നന്ദി പറയ ദൈവമേ. ഈശോയെ, ഒരു പുതിയ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ പഴയതെല്ലാം കടന്നുപോയി ഒരു പുതിയ വ്യക്തിത്വം, ഒരു പുതിയ ആനന്ദം, ഒരു പുതിയ വിശുദ്ധി, ഒരു പുതിയ ജീവിതക്രമം ഞങ്ങളിൽ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള നാനാജാതി മതസ്ഥർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും ഞങ്ങളുടെ ശത്രുവല്ല. യേശു പറഞ്ഞ ഏക ശത്രു അത് പിശാചാണ്. മറ്റൊരു മതസ്ഥരോ മറ്റൊരു ജാതിക്കാരോ ഒന്നും ഞങ്ങളുടെ ശത്രുവല്ല ദൈവമേ. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുക. നീ എല്ലാവർക്കും ഒരു രക്ഷ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിന്റെ ആനന്ദം എല്ലാവരും അനുഭവിച്ചറിയട്ടെ. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും എപ്പോഴും ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.